പോലീസിന്റെ ജോലി കിട്ടിയിട്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട. അവരുടെ മുന്നിൽ ഞാൻ വെറൊരു കീഴത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ദോഷം ഉണ്ടാവരുത്. 2016 ഞാൻ ആദ്യമായിട്ട് മുടി കൊടുത്തത്. അത് ഞാനൊരു ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയിരുന്നു. ആ ടീച്ചറുടെ ക്ലാസ്സിൽ ഇങ്ങനെ അസുഖബാധിതനായിട്ടുള്ള ഒരു കുട്ടി, ഞാൻ 6th പഠിക്കുന്നത്. അപ്പൊ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഈ രോഗം വന്ന അവസ്ഥയെക്കാട്ടും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തല മുട്ടടിച്ചിട്ട് മുടി വരും, പക്ഷെ അത് കുട്ടിക്ക് അറിയത്തില്ലല്ലോ വരുന്നല്ലോ. ഒരു മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അത് വരും. അപ്പൊ അവന് ക്ലാസ്സിൽ വരാൻ മടി ഈ തലയൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ അവര് നാച്ചുറൽ അല്ല, അവര് ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പൊ ഇതുണ്ടാക്കുന്നതിന് അവര് ചെന്ന് ചോദിച്ചപ്പം നിസാര വിലയ്ക്ക് ഒരു വിഗും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ അത് വെക്കുമ്പോൾ ചെറിയ സൈഡ് എഫക്ഷൻ അവർക്ക് ഇങ്ങനെ ഒരു ചൊറിച്ചിലും കുരുക്കളൊക്കെ അങ്ങനെ വരുമായിരുന്നു. അപ്പൊ നാച്ചുറൽ ഹെയർ കൊണ്ട് ഉണ്ടാക്കുന്ന വിഗിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അവര് അതിനെ കുറിച്ച് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അത്. പിന്നെ അതവർക്ക് സാധ്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അത് അങ്ങനെ ഒരു നാച്ചുറൽ ഹെയർ കിട്ടണമെങ്കിൽ ആണെങ്കിൽ വിചാരിച്ച എന്തായാലും പറ്റത്തില്ല. കാരണം അവർക്ക് അങ്ങനെ എത്രയും അവർ ഹെയർ നീട്ടി വളർന്ന ആൾക്കാരല്ല. പിന്നെ ഞങ്ങൾ സ്ത്രീകൾ വെറും ഒരു രോമമാണ്, തലയിലുള്ള രോമമാണ് നമ്മൾ മുടി എന്ന് പറയുന്നത്. ഞാനപ്പോ വേറെ ഒന്നും നോക്കിയില്ല. ഇതിന്റെ പിന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നേരെ അമലയിലേക്ക് പോയി. അമല ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം വളർന്നു വന്ന മുടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം. അത് ഇവിടെ അടുത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു പാർലർ ഉണ്ട്, മൂൺ ബ്യൂട്ടി പാർലർ എന്ന് പറയും, കൊല്ലൂര്. അവിടുത്തെ ഗീതു എൻ്റെ ഒരു സുഹൃത്താണ്. ആ ഗീതു ആണ് ഇതെല്ലാം മൊബൈലിൽ പകർത്തിയതും ഫോട്ടോ എടുത്തതൊക്കെ. SP അദ്ദേഹത്തിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയിട്ട് മുടി മുറിച്ചത്. ഞങ്ങൾക്ക് മുട്ടടിക്കണമെങ്കിൽ SP പെർമിഷൻ വേണം. അപ്പൊ യൂണിഫോം മാറാൻ നിന്നില്ല, നേരെ യൂണിഫോമിൽ തന്നെ പോയിന്ന് മാത്രം. അത് അവള് ഇതൊന്ന് ഫോട്ടോ എടുത്തിട്ട് അവർ തന്നെയാണ് അത് ഫേസ്ബുക്കിലും വാട്സപ്പും വഴിയൊക്കെ പുറത്തു വിട്ടതും ആളുകൾ അറിഞ്ഞതും. ഈ തലമുട്ടടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് വളരെ രസകരമായിട്ടുള്ളൊരു ഒരു ചോദ്യത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി വല്ല വയ്യായി ഉണ്ടോ ചോദിച്ചു. അങ്ങനെ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്താ അല്ല തലയൊക്കെ അങ്ങനെ മുട്ടടിച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് തല മുടി കൊഴിഞ്ഞു പോയതാണോ? അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ ഉദ്ദേശിക്കണേ. ഞാൻ പറഞ്ഞു, അങ്ങനെ മുടി കൊഴിഞ്ഞു പോയവർക്ക് മുടി വയ്ക്കാൻ വേണ്ടിയിട്ട് തല മുട്ടടിച്ച് അങ്ങനെ എൻ്റെ വിഗ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താന്ന് പറഞ്ഞു. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മാനസിക പ്രയാസം വളരെ വലുത് തന്നെയാണ്. വളരെയധികം എന്നെ സ്ട്രക്ക് ചെയ്തൊരു ചോദ്യമായിരുന്നു അത്. അപ്പൊ ഭയങ്കര ചൂടാണ് തലയ്ക്ക്, ഭയങ്കര ചൂട്. എപ്പോഴും കൈ ഇപ്പോഴും തലയിലാണ്. കാരണം ഈ മുടി വളർന്നു വരുന്നതിൻ്റെ ആ ഒരു കിരീരിപ്പ് ഉണ്ടാവില്ലേ, അതും പിന്നെ ചൂട്. നമുക്കൊരു ഹയർ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ തലയോട്ടിക്ക്. കാരണം ഡയറക്റ്റായിട്ട് കാറ്റും വെളിച്ചൊക്കെ കഴിക്കുന്നു. അപ്പൊ അത് മുടിയടിച്ച തലയ്ക്കൊരു റിലാക്സ് കിട്ടുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ്. പിന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കുളി കഴിഞ്ഞ് ഇറങ്ങാം. എണ്ണ വേണ്ട, സോപ്പ് വേണ്ട, ഷാമ്പൂ കണ്ടീഷണർ ഒന്നും വേണ്ട, സമയമില്ല. അപ്പൊ മുടി മറ്റേതുപോലെ ലെങ്ത് മുടി കെട്ടി വെക്കാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കെട്ടി വെക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ അതൊക്കെ നല്ല ഫ്രീ. അതൊക്കെ അല്ലെങ്കിൽ നല്ല സുഖം. എനിക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മല. കാരണം എന്താണെന്നറിയോ, ഇത് വെറും ഒരു മുടി മാത്രം അല്ലേ. മനുഷ്യന്റെ ഓർഗൻസ്, നമ്മുടെ ഉള്ളിലുള്ള ലിവർ, കിഡ്നി, അതുപോലെ മജ്ജ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു ലാഭം നോക്കാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന എത്രയോ ആളുകൾ. നമ്മുടെ ചിറമേലച്ചൻ, ഇവിടെ സിസ്റ്റർ റോസാൻഡോ, അങ്ങനെ ഒരുപാട് ആളുകൾ സ്വന്തം അവയവത്തിൽ നിന്ന് മുറിച്ച് മറ്റുള്ള ജീവനുകൾ കൊടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ വെറൊരു കീഴത്. ഇത്രയേ ഉള്ളൂ. ഒരു ശിശുവാണ്, കൃമി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ മുന്നിൽ ഞാൻ വെറൊരു കീഴത്. ഇത്രയേ ഉള്ളൂ. ഒരു ശിശുവാണ്, കൃമി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും റെസ്പോൺസ് ചെയ്തത്. ചിലരുണ്ടായിരിക്കാം, അല്ല അതിലുണ്ടാവില്ല ഉള്ളൊരു 1-2 ആൾക്കാർ. അപ്പൊ അത് നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയതല്ലേ 2 ഭാഗം പറയുന്ന ആളുകൾ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് പോലീസും. ആ പോലീസിലുണ്ടാവും നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവ് തോട്ട്സും ഒക്കെ. നമ്മളത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ദോഷം ഉണ്ടാവരുത്, മറിച്ച് അവർക്ക് ഗുണം, ആരെങ്കിലും ഒരാൾക്കൊരു ഗുണം ഉണ്ടായാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന ആളെ ഞാൻ. അത് വാക്കുണ്ടായിക്കോട്ടെ, പ്രവൃത്തി ഉണ്ടായിക്കോട്ടെ. ഇതുകൊണ്ട് ഒരാൾക്കൊരു ഞാൻ എൻ്റെ മുടി എൻ്റെ തല ഞാൻ മുട്ടയിട്ട് ഇറക്കണോ എന്തെങ്കിലും പോവാണെങ്കിൽ തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. മറ്റുള്ളവരെ ബോധറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് ഇതൊരു ദോഷമില്ല. ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ അത്ര വിചാരിച്ചുള്ളൂ. ഇതിൽ പറഞ്ഞിരുന്നു 1 മാസത്തെ ശമ്പളം കൊടുത്തൂടെ, അല്ലെങ്കിൽ ബ്ലഡ് കൊടുത്തൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് ഞാൻ. കിട്ടുന്ന 10-12,000 രൂപ കൊണ്ട് ഒരു 2 മക്കളെയും എനിക്കും കഴിഞ്ഞു പോകാനുള്ള ഒരു സാലറി എനിക്ക് കിട്ടുന്നുള്ളൂ. അത് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല. പല സമയത്തൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 2008 ഒരു സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു വാങ്ങിച്ചത്. സെപ്റ്റംബർ 3-ാം തീയതി ആയിരുന്നു. ഒരു മർദ്ദറുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരിച്ചു. അവരുടെ ഹസ്ബൻഡിന്റെ അനിയൻ മൺവെട്ടി കൊണ്ട് തലക്കടിച്ച് കൊന്നാണ് അവരെ. അപ്പോൾ 3-4 ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. അപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ ഡെത്ത് ആയി കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുക CI ആയിരിക്കും മർദ്ദറിന്റെ. അത് കഴിഞ്ഞ് അപ്പോൾ വനിതാ പോലീസ് വേണം ഡെഡ് ബോഡി ബന്ധോസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം
ഞാനാണെന്ന് അവിടെ പോയിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെ ഈ ബോഡിയിൽ പുതയ്ക്കാനായിട്ട് ഉള്ള വെള്ളത്തുണി വാങ്ങാൻ വേണ്ടി മാത്രം എല്ലാവരെയും പോക്കറ്റിൽ നിന്ന് കഴിയുന്നത്. അതായത് അത്രയ്ക്കും പൈസ ഉണ്ടായിരുന്നില്ല, അവർക്ക് അത്രയും സാമ്പത്തികമായിട്ട് തീരില്ല. ആ ബോഡി മോർച്ചറിയുടെ വാതിലടച്ചിട്ട് പറഞ്ഞു ഒരു 60,000 രൂപയോളം വരുന്ന ബില്ല് അവിടെ അടയ്ക്കാനുണ്ട്, അത് കാരണം കൊണ്ട് ബോഡി ഇപ്പം വിട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ CA അവിടുത്തെ ഒരു അവരെ PR ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ പകുതിയെങ്കിലും കാശിപ്പ് അടയ്ക്കണം സാറേ, അല്ലാതെ മുഴുവനായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടുതരാൻ പറ്റില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് പിന്നെ അത് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. തീരെയും കഴിവില്ലാത്തവരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തലേദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് കയ്യിൽ വളയുണ്ടായിരുന്നു, പിന്നെ നമ്മളത് ഊരി വെച്ചില്ലേ, അങ്ങനെ ഇട്ടെന്ന് മാത്രം. വളരെ നിർബന്ധിച്ചിട്ട് ഊരി കൊടുത്തിട്ട് അവർ വാങ്ങിച്ചത്. ഭയങ്കര സങ്കടകരമായിട്ടൊരു അവസ്ഥയായിരുന്നു. കാരണം പണമില്ലാത്തതിൻ്റെ പേരിലൊരു മരിച്ചിട്ട് പോലും ഒരു എന്താ പറയുക, അത് വല്ലാത്തൊരവസ്ഥയാണ്. കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ, പറയുമ്പോൾ അറിയില്ല, കേൾക്കുമ്പോഴും അറിയില്ല, അനുഭവിച്ചറിയുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഞാൻ ചെലവഴിച്ചൊക്കെ ഒരു ഓർഫനേജിലാണ്. 6ാം ക്ലാസ് തൊട്ട് പഠിച്ചതെല്ലാം ഒരു അനാഥാലയത്തിൽ നിന്നാണ് പഠിച്ചത്. കാരണം എൻ്റെ അച്ഛനമ്മയ്ക്ക് എന്നെ സാമ്പത്തികമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിട്ടില്ല. കേരള പോലീസ് അക്കാദമിയുടെ മുമ്പിലുള്ള ഒരു ക്രൈസ്റ്റ് വില്ല ഹോം എന്ന് പറഞ്ഞൊരു ഓർഫനേജിലാണ് പഠിച്ചതൊക്കെ. ഇന്നത്തെ പോലെ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒന്നും അന്നില്ല, കഞ്ഞിയും ചെറുപയർ പുഴുക്കൊക്കെയാണ്. അതെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ തല്ലൂടി തലവിളിച്ച് നിൽക്കണം അവിടെ. മിക്ക ദിവസം സാമർത്ഥ്യം കുറച്ച് കുറവായതുകൊണ്ട് ഇന്നത്തെ സാമർത്ഥ്യം നന്നുണ്ടായിരുന്നില്ല, നമുക്ക് മിക്ക ദിവസം പട്ടിണി അടി ഉച്ചയ്ക്ക്. എൻ്റെ ക്ലാസ് ടീച്ചർ കൊച്ചു ടീച്ചർ എന്നാ പറയാം, കയ്യിലൊരു ചോറ് മാത്രം ഉണ്ടാവും, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എനിക്ക് കൊണ്ടുവരും. ആ സ്കൂളിൽ നിന്ന് പോരണ വരെ ഉച്ചയ്ക്ക് ഞാൻ സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരുടെ കരുണയിലായിരുന്നു എൻ്റെ പഠിത്തമെല്ലാം ഉണ്ടായിരുന്നത്. അന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനില്ല. അപ്പം എനിക്ക് എൻ്റെ കഴിവുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റിയ സാഹചര്യമല്ല, അല്ലാണ്ട് ശരീരം കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പോലീസിലെ ജോലി കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഇവിടേക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ട് വരുന്ന ആളുകളാണ് ഇവിടേക്ക്. അവർക്ക് നീതി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറത്ത് വേറെ പുണ്യൊന്നുമില്ല. പോലീസിനെക്കാട്ടും മുന്നേ പോലീസിനെ കല്ലെറിയാനും പിന്നെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കാനൊക്കെ പോയിരുന്ന ആളാണ്. ഇന്ന് അത് ഓർത്തിട്ട് ഏറ്റവും കൂടുതൽ ലജ്ജിക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ ഞാൻ. കാരണം അതൊരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ നമുക്ക് വിമർശിക്കാനും അവരെ കുറ്റം പറയാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ അവരിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെന്ന് അവരെ മനസ്സിലാക്കുമ്പോഴാണ് അവരിൽ എന്താണ് എന്നുള്ളത് നന്മ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് പോലീസിൽ വന്നതിന് ശേഷമാണ് പോലീസിൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് പോലീസിൻ്റെ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടുള്ള ഗുണം എങ്ങനെയെന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ വന്നതിന് ശേഷമാണ്. ആദ്യമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കയറി വരുമ്പോൾ ഒരു പരാതി കൊടുക്കാനൊക്കെ കയറി വരുമ്പോൾ എവിടെ മേലൊക്കെ ആൾക്കാരുണ്ടാവും, ഒരു മീഡിയേറ്റർ ഉണ്ടാവും. ഇന്നെന്ന് വെച്ചാൽ ആരുമില്ലാതെ ഫ്രീ ആയിട്ടാണ് അവർ കയറി വരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു വയസ്സായിട്ടുള്ളൊരു വലിയ ഇപ്പോൾ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർക്കറിയാം ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ആ കാലത്തിൻ്റെ ഒരു മാറ്റം, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറ്റം, അത് വലിയൊരു മാറ്റം തന്നെയാണ്. എല്ലാവർക്കും ശുഭപ്രതീക്ഷയാണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്. നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ, അതാണ്. 12 കൊല്ലം കൂടി ഉണ്ട് എനിക്ക് സർവീസ്. ഈ 12 വർഷക്കാലത്തും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനൊരു മോശപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് നല്ലത് മാത്രം വരട്ടെ. 12 വർഷക്കാലം അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്കും പൊതുജനങ്ങൾക്കും നല്ലത് വരണം, അത്രയും.